സിനിമയിലെ പവർ സംഘത്തിന്റെ ഇരയാണ് താനെന്ന് പൃഥ്വിരാജ് തീർത്തു പറഞ്ഞതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയുടെ മുഖ്യസ്ഥാനത്തേക്ക് വരികയാണ്. മലയാള സിനിമയിലെ മാഫിയ സംഘത്തെ സമഗ്രമായി വെളിപ്പെടുത്തിയ ഹേമ കമ്മിറ്റിയിൽ നിന്നും ലൈംഗിക പീഡന പരാതികളിലേക്ക് ചർച്ച പരിമിതപ്പെട്ടിരുന്നു. സിദ്ദിഖിന് പകരം അമ്മ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത ബാബുരാജും മാറി നിൽക്കണമെന്ന പൃഥ്വിരാജിന്റെ അഭിപ്രായ പ്രകടനം താരസംഘടനയ്ക്ക് തിരിച്ചടിയാകും. സിനിമയിലെ പവർ സംഘത്തിന്റെ ഇരയാണ് താൻ. പാർവതിക്ക് മുൻപ് താൻ അത് അനുഭവിച്ചതാണ്. ശക്തനായ നിർമ്മാതാവും നടനുമായ പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ അമ്മയും ഫെഫ്കയുമെല്ലാം നയിക്കുന്ന ലോബിയെ പ്രത്യക്ഷമായി തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്. ലൈംഗിക പീഡന പരാതികൾക്കപ്പുറം ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തിയ മലയാള സിനിമയിലെ മാഫിയ സംഘത്തിലേക്ക് പൃഥ്വിരാജ് വീണ്ടും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സിദ്ദിഖിന് പകരമെത്തിയ ബാബുരാജിന്റെ ധാർമ്മികതയും പൃഥ്വിരാജ് ചോദ്യം ചെയ്തു. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയിൽ മാത്രമല്ല ഫെഫ്കയിലും അതിലെ ഘടക സംഘടനകളിലെല്ലാം ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായ ഫെഫ്ക ഇപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി ശനിയാഴ്ച മുതൽ തുടർച്ചയായി 3 ദിവസം ഫെഫ്ക യോഗം ചേരുന്നുണ്ട്. മീഡിയ 1 കൊച്ചി.